ശ്രീകുമാരേട്ടാ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വളരെ വിവാദമായ ഒരു പരാമർശവുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എന്ന് ബി പറയുന്നു. അവർ അദ്ദേഹത്തിനെ വളരെ രൂക്ഷമായിട്ടാണ് ആക്രമിക്കുന്നത്. ഒരിക്കലും ഒരു ഇന്ത്യൻ പൗരനും പറയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തിനോട് യാതൊരു സ്നേഹവുമില്ല, പ്രതിബദ്ധതയുമില്ല, ഉത്തരവാദിത്വവുമില്ല, പ്രതിപക്ഷ നേതാവിൻ്റെ കടമ അദ്ദേഹം നിർവഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രൂക്ഷമായ ആക്രമണമാണ് നടത്തുന്നത്. എന്താണ് ഇത്രയും പ്രകോപിപ്പിക്കാൻ മാത്രം രാഹുലിൻ്റെ പരാമർശത്തിൽ എന്താണുള്ളത്? രാഹുൽ ഗാന്ധി ഇന്ന് കോൺഗ്രസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ആ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുകയാണ്. കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രസംഗത്തിലാണ് അദ്ദേഹം ചില വിവാദപരമാകുന്ന പരാമർശങ്ങൾ നടത്തി. വിവാദപരമാകുന്നു എന്ന് പറഞ്ഞ് ലഘുവാക്കാൻ കഴിയുന്ന വിധത്തിലുള്ളതല്ല ആ പ്രസ്താവന എന്നാണ് നമുക്കതിലൂടെ പ്രാഥമികമായി കടന്നു പോകുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. അതിനെയാണ് BJP അധ്യക്ഷനും അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, അമിത് മാളവ്യ, അവരൊക്കെ പലരും അതിനെതിരായി ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ BJPയോ അല്ലെങ്കിൽ RSSനെയോ എതിർക്കുന്നതോടൊപ്പം ചെയ്യുന്നത്. അവരെ മാത്രമല്ല നമ്മൾ എതിർക്കുന്നത്, നമ്മൾ ഇന്ത്യൻ സ്റ്റേറ്റിനെ തന്നെ എതിർക്കുകയാണ്. അതിനു മുമ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും BJP RSS വൃത്തങ്ങൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എതിർക്കുന്നത് ഈ ഇന്ത്യൻ സ്റ്റേറ്റിനെ തന്നെയാണ്. അപ്പോൾ അതാണ് എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നോ പറയുന്നതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നോ ഇത്തരം പ്രസ്താവനകൾ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിരുത്തരവാദപരമായ പ്രസ്താവനകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്വമല്ലാത്ത പ്രസ്താവനകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. നമ്മൾ സന്തോഷിച്ചു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരർത്ഥത്തിൽ. കാരണം കുറെ കാലമായിട്ടില്ലാതിരുന്ന കഴിഞ്ഞ 10 വർഷമായിട്ട് ഇല്ലാതിരുന്ന നമ്മുടെ ഭരണഘടനാപരമായി ഈ പദവി തിരിച്ചു വരികയും അതിലേക്ക് ഒരാൾ ആരൂഢനാവുകയും ചെയ്തപ്പോൾ നമ്മൾ കുറെക്കൂടി പക്വതയും കാര്യങ്ങളുമൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പാർട്ടി യോഗങ്ങളിൽ ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദപരമായ ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തി. അതോടൊപ്പം ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക കെട്ടിടം അല്ലെങ്കിൽ ആസ്ഥാന മന്ദിരം അത് ഉദ്ഘാടനം ചെയ്യുന്ന അവസരത്തിലാണ് അദ്ദേഹം ഇത്ര നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന. അതിന്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നോ അതിന്റെ പരിണിത ഫലം എന്താണെന്നോ വേണമെങ്കിൽ രാജ്യദ്രോഹം എന്ന് വരെ പോലും വിശേഷിപ്പിക്കാവുന്ന വിധത്തിലുള്ള ഒരു പ്രസ്താവനയാണത്. തീർച്ചയായിട്ടും ഈ ഇന്ത്യൻ സ്റ്റേറ്റിനെതിരായിട്ട് ഞാൻ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരായിട്ടാണ് എൻ്റെ നിലപാടുകൾ എന്ന് പറയുന്നത് ഒരു പൗരനൊട്ടും യോജിച്ചതല്ല. ഞാൻ അത്ഭുതപ്പെട്ടു. വാസ്തവത്തിൽ BJP എന്താ ഇദ്ദേഹത്തെ ഇങ്ങനെ രൂക്ഷമായി ആക്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ ഈ ഒരു വരി കേട്ട് കഴിഞ്ഞാൽ ആർക്കും, BJPക്ക് മാത്രമല്ല കോൺഗ്രസ്സുകാർക്ക് പോലും അദ്ദേഹത്തിനോട് ഒരു വെറുപ്പാണ് തോന്നുക. എങ്ങനെ നമുക്ക് നമ്മുടെ രാജ്യത്തിനെതിരെ, നമ്മുടെ സംവിധാനത്തിനെതിരെ, ഭരണഘടന ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണല്ലോ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ആ സ്റ്റേറ്റിനെതിരെ നമുക്ക് എങ്ങനെയാണ് നിലപാടെടുക്കാൻ സാധിക്കുക, യുദ്ധം ചെയ്യാൻ സാധിക്കുക? വളരെ നിരുത്തരവാദപരമായി പോയി അദ്ദേഹത്തിന്റെ പ്രസ്താവന. കൂടുതൽ എന്തെങ്കിലും അതിന്റെ സംബന്ധിക്കുന്ന വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രസംഗം ഇപ്പൊ ലഭ്യമാണല്ലോ, അതിനെതിരായിട്ടാണ് പ്രസംഗം ഇപ്പോൾ ലഭ്യമാണ്. വാസ്തവത്തിൽ BJP അധ്യക്ഷനും അതുപോലെ തന്നെ നിർമ്മല സീതാരാമനും ഒക്കെ എന്താണ് അതേക്കുറിച്ച് പറഞ്ഞത്? അവർ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുമായുള്ള ചില ബന്ധങ്ങളെ പറ്റിയുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് ജോർജ് സോറോസുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് അടുപ്പമുണ്ട് എന്ന ഉള്ള ഒരു വലിയ ശക്തമായ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിനോടൊക്കെ ചേർത്ത് വെച്ചാണ് BJP നേതൃത്വം ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്നത്. അതിനോട് ചേർത്ത് വെച്ചാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരികയാണ്. രാഹുൽ ഗാന്ധി സാധാരണ വിദേശ സന്ദർശനത്തിന് പോകും, അവിടെയൊക്കെ പല പരിപാടികളിലും പങ്കെടുക്കും. അവിടെ പങ്കെടുക്കുന്ന അവസരത്തിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്തിനും രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനുമെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. നമ്മൾ വിദേശത്ത് പോയി ഇന്ന് വരെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഒരു പ്രതിപക്ഷ നേതാവും വിദേശ സന്ദർശനത്തിനിടയ്ക്ക് നമ്മുടെ രാജ്യത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ഗവൺമെൻറ്റിനെതിരെ അങ്ങനെ സംസാരിക്കാറില്ല. അങ്ങനെ സംസാരിച്ചതായിട്ട് നമ്മുടെ അറിവിലില്ല. പണ്ടും നമ്മുടെ പല പ്രതിപക്ഷ നേതാക്കളും വിദേശത്ത് പോയിരുന്നു, അവിടെ പല പരിപാടികളിലും അവർ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അവരൊരിക്കലും ഇന്ത്യ ഗവൺമെൻറ്, അന്നത്തെ ഭരിക്കുന്ന സർക്കാരിനെതിരെ മോശമായ തരത്തിൽ ഒരു പരാമർശങ്ങളും നടത്തിയിട്ടില്ല. പക്ഷെ രാഹുൽ ഗാന്ധി വളരെ വളരെ മോശമായിട്ട് ഗവൺമെൻറ്റിനെയും BJP എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം.
പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ എതിർക്കുക, അവരെ താഴെ ഇറക്കാൻ സഹായം ചോദിക്കുക വിദേശത്ത് പോയി, ഇതൊന്നും ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചതല്ല. ഒരു രാഷ്ട്രീയ നേതാവിനും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളിന് യോജിക്കുന്ന വിധത്തിലല്ല അദ്ദേഹത്തിന്റെ പെരുമാറ്റം നേരത്തെ തന്നെ. ഇപ്പോഴും അദ്ദേഹം ഇത്തവണ ഈ ദുരൂഹമായ വിദേശ സന്ദർശനങ്ങൾ ഇങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ. ഈ വിദേശ സന്ദർശനങ്ങൾ പറയുന്ന അഭിപ്രായത്തോടൊപ്പം തന്നെ ദുരൂഹമായ വിദേശ സന്ദർശനങ്ങൾ ഇതും അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പലപ്പോഴും ഇവിടെ ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഒന്ന് സ്കൾക്ക് ചെയ്ത് പോവുക എന്ന രീതിയിലുള്ള സമീപനം, മുങ്ങുന്ന പതിവ് അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അടുത്ത അവസരത്തിൽ അദ്ദേഹം ഈ പുതുവത്സരം ആഘോഷിക്കാൻ അദ്ദേഹം ഇവിടെ വിയറ്റ്നാമിലേക്ക് പോയിരിക്കുകയായിരുന്നു. അന്നാണല്ലോ ഈ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുടെ മൻമോഹൻ സിംഗിന്റെ മരണം ദുഃഖാചരണം, ഔദ്യോഗിക ദുഃഖാചരണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അദ്ദേഹം നേരെ അങ്ങ് മുങ്ങുന്നത്. എന്നിട്ടാണ് മൻമോഹൻ സിംഗിന് മതിയായ ആദരവ് കിട്ടിയില്ല എന്നുള്ള നിലയിൽ അവര് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. പലപ്പോഴും എനിക്ക് അദ്ദേഹത്തിന്റെ ഈ ഇത്തരം നിലപാടുകൾ, ഇത്തരം അദ്ദേഹത്തിന്റെ ചെയ്തികൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പലപ്പോഴും അദ്ദേഹം ഇപ്പോൾ ഇത് തന്നെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമല്ലേ. മൻമോഹൻ സിംഗ് മരിച്ച് അദ്ദേഹത്തിന്റെ ഒരാഴ്ചത്തെ ദുഃഖാചരണം സർക്കാർ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് നടപ്പാക്കിക്കൊണ്ടിരുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. അപ്പോൾ ആ സമയത്ത് ഈ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹം. വെറും ഒരു കോൺഗ്രസ് നേതാവായിരുന്നെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ട് വിദേശത്ത് പോയി എന്ന് പറയും. പക്ഷേ ഇത് പ്രതിപക്ഷ നേതാവ് കൂടിയായ അദ്ദേഹം എന്താ പറയേണ്ട, തന്റെ ഉത്തരവാദിത്വങ്ങൾ മറന്ന്, കടമകൾ മറന്നുകൊണ്ട് ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇന്ത്യ എന്ന സ്റ്റേറ്റിനെതിരെ, രാഷ്ട്രത്തിനെതിരെ, യൂണിയൻ ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാം സർക്കാരിനെ വിമർശിക്കേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന കാര്യമാണ്. അദ്ദേഹം തെറ്റ് കണ്ടാൽ വിമർശിക്കണം. പക്ഷേ ഇത് സ്റ്റേറ്റിനെതിരെ, ഞാൻ BJPക്കും RSSനും എതിരെ മാത്രമല്ല, സ്റ്റേറ്റിനെതിരെ കൂടിയാണ് എൻ്റെ യുദ്ധം അല്ലെങ്കിൽ എൻ്റെ എതിർപ്പ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് ഒട്ടും മാറിയിട്ടില്ല. പണ്ട് ആ ബില്ല് വലിച്ചു കയറിയ സന്ദർഭം ഉണ്ടായാലും പത്രസമ്മേളനത്തിൽ വെച്ച് ഈ അജയ് മാക്കന്റെ പത്രസമ്മേളനത്തിന് ഇടയ്ക്ക് കയറി വന്ന് അദ്ദേഹത്തിന്റെ അല്ലാത്ത കയറി വന്ന് ഒരു യഥാർത്ഥത്തില് ഒരു എന്താ പറയുക ഭരണഘടനാ വിരുദ്ധം തന്നെ വേണമെങ്കിൽ പറയാവുന്ന വിധത്തിലുള്ള ഒരു ഓർഡിനൻസ് വലിച്ചു കീറുകയും വളരെയേറെ വിഷമിപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി. മൻമോഹൻ സിംഗിന് ഉണ്ടായ ദുഃഖം വളരെ അത്തരമൊരു അല്ല. പിന്നെ അത് കോൺഗ്രസിലെ ഒരു സംവിധാനം അനുസരിച്ച് അങ്ങനെ ഇത് ചെയ്ത് ഇങ്ങനെ പോകാനല്ലേ പറ്റത്തുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തെ വളരെ ഹർട്ട് ചെയ്തിരുന്നു. എന്നിട്ടാണ് അത് അന്ന് ഹർട്ട് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ, അന്ന് ആ പത്രസമ്മേളനം നടത്താൻ അവിടെ വന്ന പ്രസ് ക്ലബിൽ വന്നയാള് അജയ് മാക്കനായിരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ ഡൽഹിയിലെ ഒരു ഉന്നത നേതാവാണ്. മിടുക്കനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയി. രാഹുൽ വന്നിങ്ങനെ അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് എന്ത് പറയണമെന്ന് അറിഞ്ഞു. ഇപ്പോഴും എനിക്ക് ആ ദൃശ്യം, ഞാൻ ആ പത്രസമ്മേളനത്തിന്റെ ദൃശ്യങ്ങൾ വാർത്തകളിൽ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ പോലും ഒരു ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞത് അതിൽ നിന്നും ഒട്ടും അദ്ദേഹം മുമ്പോട്ട് പോയിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന്റെ ഈ ഇത്രയും കാലത്തെ പാർലമെന്ററി പരിചയം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അദ്ദേഹം കുറെ കാലം കൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് അദ്ദേഹത്തിനെതിരെ ഈ BJP ഉന്നയിക്കുന്ന വിമർശനങ്ങളെ വെറും വിമർശനങ്ങളായിട്ട് കരുതാം. പക്ഷെ ഇത് ഒട്ടും ശരിയായില്ല. ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റിനെതിരെയാണ് എൻ്റെ എതിർപ്പ്, ഞാൻ എൻ്റെ യുദ്ധം, അല്ലെങ്കിൽ നമ്മുടെ യുദ്ധം അങ്ങനെയാണ് ആകേണ്ടത്. അങ്ങനെയാണ് BJPക്കും RSSനും എതിരായി മാത്രമല്ല എന്ന് പറയുമ്പോൾ ഇത് ആരാണ് അദ്ദേഹത്തെ ഉപദേശിക്കുന്നത്? അല്ല, അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഉപദേശിക്കുന്നതിൽ ഇപ്പൊ ഒരു പ്രധാന മലയാളിയായിട്ടുള്ള ഒരാളും കൂടെ ഉണ്ട്. KC വേണുഗോപാൽ, അതുപോലെ ജയറാം രമേശ്, ഇവരൊക്കെ ഈ ഇത്തരം പ്രസ്താവനകളുടെ ആഴവും എന്താ പറയുന്നത്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും മനസ്സിലാക്കാതെയാണോ കൊച്ചുകുട്ടികളെ പോലെയാണ് പലപ്പോഴും അദ്ദേഹം പെരുമാറുന്നത് തോന്നിയിട്ടുണ്ട്. ഇത് ഒരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹം നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങാണ്, ചരിത്ര സംഭവമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന് ഒരു വലിയ ആസ്ഥാന മന്ദിരം ഉണ്ടാകുന്നു. അത് വളരെ ഒരു വലിയ ചടങ്ങിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അത് എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ചതാണെന്ന് തോന്നുന്നു. ഡിസംബർ 28-ാം തീയതിയാണ് കോൺഗ്രസിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് ഇരുന്നത്. അതോടൊപ്പം ഗാന്ധി കോൺഗ്രസ് സംസ്ഥാനം ഏറ്റെടുത്തതിന്റെ ആ സമയത്ത് അതുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഉദ്ഘാടനം ചെയ്യാനിരുന്നതാണ്. അതെ, ആ സമയത്താണ്. പക്ഷേ അതാണ് മാറ്റിവെച്ചത്. അവിടെയാണ് അദ്ദേഹം ഇത്തരം ഒരു അബദ്ധവും ഇത്തരം എന്താ പറയുന്നത് പറയാൻ പാടില്ലാത്തതും കുറ്റകരമായ പ്രസ്താവന, അതിനെ അബദ്ധമെന്ന് പറഞ്ഞ് ഞാൻ ലഘൂകരിക്കുകയല്ല ചെയ്യുന്നത്. അബദ്ധമാണ്, അതോടൊപ്പം തന്നെ കുറ്റകരവുമാണ്.
ശിക്ഷാർഹവുമായ ഒരു പ്രസ്താവനയെന്ന് വേണമെങ്കിൽ അതിനെ പറയാം, രാജ്യദ്രോഹപരമായ പ്രസ്താവനയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം. ഇതൊന്നും ഓർക്കാതെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നത് ഒരിക്കലും ഒട്ടും മാറിയിട്ടില്ല അദ്ദേഹം എന്ന് വേണം. അദ്ദേഹത്തിൻ്റെ പിന്നെ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കൂടി ആവണമല്ലോ ഈ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളൊന്നും, മറ്റ് കക്ഷികളൊന്നും, തൃണമൂൽ കോൺഗ്രസ് ആയാലും സമാജ്വാദി പാർട്ടി ആണെങ്കിലും പിന്നെ AAPI ഡൽഹിയിൽ മത്സരിക്കുകയാണ്, നേരിട്ട് ഡൽഹി മത്സരിക്കുകയാണ്. മമതാ ബാനർജി ഒരു കാരണവശാലും അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഇതിനകം പല വിധത്തിലുള്ള പെരുമാറ്റം കൊണ്ട് വ്യക്തമാക്കി കഴിഞ്ഞു. തീർച്ചയായിട്ടും അവരുടെ ഒക്കെ നിലപാടുകൾ ഇതിനോട് ചേർത്ത് വെച്ച് വേണം നമ്മൾ വായിക്കാൻ, ഇത്തരം പ്രസ്താവനകളോട് ചേർത്ത് വെച്ച് വേണം വായിക്കാൻ. ലാലു പ്രസാദ് യാദവ് ഇത് മമതയ്ക്ക് ശക്തമായ പിന്തുണയായിട്ടാണ് രംഗത്ത് വന്നത്. കോൺഗ്രസ് തന്നെ മൊത്തം മാറണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്ന്. അത് രാഹുലിനെ കൊണ്ടാണ്. രാഹുലിന് ഈ മുന്നണിയെ നയിക്കാനുള്ള കരുത്തില്ല എന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പോയാൽ ഒരു കാലത്തും ഒരു ശക്തമായ പ്രതിപക്ഷം പോലും ആകാൻ ഈ മുന്നണിക്ക് സാധിക്കില്ല എന്നും തിരിച്ചറിഞ്ഞിട്ടാണ് ഘടകകക്ഷികൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോ ശരിവച്ചിരിക്കുന്നു. അതെ, രാഹുൽ അതിനല്ല, അവരുടെ ആ തീരുമാനങ്ങളെ, അവരുടെ കണ്ടെത്തലുകളെയും ഈ BJP ഉന്നയിക്കുന്ന വിമർശനങ്ങളെയും, BJPയുടെ ഈ എന്താ പറയണ്ടേ എതിർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഏറ്റവും ശക്തരായ ഒരു 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 രാഷ്ട്രീയ എതിരാളിയാണ് കോൺഗ്രസ്. അങ്ങനെ ആ രാഷ്ട്രീയ എതിരാളിക്ക് നേരെ ഉയർത്തുന്ന എല്ലാ വിമർശനങ്ങളെയും അംഗീകരിക്കുകയും ശരിവെക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ്, നടപടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്.